ISL കിരീടം മോഹൻ ബഗാന്. ഫൈനലിൽ ബംഗളൂരു FCയെ 1-നെതിരെ 2 ഗോളുകൾക്ക് തകർത്തു. മോഹൻ ബഗാന്റെ 2ാം ISL കിരീടം. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച് സുപ്രീം കോടതി. 3 മാസത്തിനകം തീരുമാനമെടുക്കണം. വൈകിയാൽ വ്യക്തമായ കാരണം സംസ്ഥാനങ്ങളെ അറിയിക്കണമെന്നും കോടതി. സമയപരിധി നിശ്ചയിച്ച കോടതി വിധിക്കെതിരെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ. കോടതിയുടേത് അതിരുകടന്ന നടപടി. ഭരണഘടനാ ഭേദഗതി 2 ജഡ്ജിമാരാണോ തീരുമാനിക്കുന്നതെന്നും അർലേക്കർ. സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ 10 ബില്ലുകളും പാസാക്കി തമിഴ്നാട് സർക്കാർ. മാസപ്പടി കേസിലും PM ശ്രീ പദ്ധതിയിലും ബിനോയ് വിശ്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി V ശിവൻകുട്ടി. മാസപ്പടി കേസിൽ ബിനോയ് വിശ്വത്തിന് ഉത്കണ്ഠ വേണ്ട. വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് ഇടതുപക്ഷം പൂർണ്ണ പിന്തുണ നൽകും. PM ശ്രീ നടപ്പാക്കുന്നതിൽ ബിനോയ്ക്ക് വ്യത്യസ്ത അഭിപ്രായമെന്നും മന്ത്രി. വീണയുടെ കാര്യം വീണ നോക്കിക്കൊള്ളുമെന്നാണ് പറഞ്ഞതെന്ന് ബിനോയ് വിശ്വം. മുണ്ടക്കൈ ചുരൽമല ടൗൺഷിപ്പിന്റെ പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രതിഷേധവുമായി എൽസ്റ്റൺ എസ്റ്റേറ്റ് തൊഴിലാളികൾ. നാളെ മുതൽ നിർമ്മാണ പ്രവർത്തനം തടയുമെന്നും തൊഴിലാളികൾ. എൽസ്റ്റൺ എസ്റ്റേറ്റ് കേസിൽ സംസ്ഥാനം സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകി. ഹർജി നൽകിയത് എൽസ്റ്റൺ സുപ്രീം കോടതിയെ സമീപിക്കാനൊരുങ്ങും. ഹിയറിംഗിൽ ലൈവ് സ്ട്രീമിംഗ് വേണമെന്ന എൻ പ്രശാന്തിന്റെ മറുപടിയുമായി ചീഫ് സെക്രട്ടറി. ലൈവ് സ്ട്രീമിംഗും റെക്കോർഡിംഗും ഉണ്ടാകില്ല. ഹിയറിംഗ് അച്ചടക്ക നടപടിയുടെ ഭാഗമല്ലെന്നും കാര്യങ്ങൾ കേട്ട് വിലയിരുത്താൻ മാത്രമാണെന്നും വിശദീകരണം. ശതാബ്ദി നിറവിൽ കോഴിക്കോട് രൂപതയ്ക്ക് ആഗോള സഭയുടെ അംഗീകാരം. കോഴിക്കോട് രൂപത ഇനി മെത്രാപ്പൊലിത്തൻ അതിരൂപത. ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ആർച്ച് ബിഷപ്പായി. വത്തിക്കാനിലും കോഴിക്കോട്ടും ഒരേ സമയം പ്രഖ്യാപനം. മാർപ്പാപ്പയുടെ പ്രഖ്യാപനം വായിച്ചത് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാൻ. ആശാസമരത്തിന്റെ 62ാം ദിനത്തിൽ ഐക്യദാർഢ്യവുമായി പൗരസാഗരം. സർക്കാർ നിലപാടിനെതിരെ സാംസ്കാരിക പ്രവർത്തകർ. പാവപ്പെട്ട സ്ത്രീകളോട് ഡൽഹിയിൽ സമരം ചെയ്യാൻ പറയുകയല്ല വേണ്ടതെന്ന് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ. വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സ് സമരത്തിൽ ഉപ്പുകല്ലിൽ ഒറ്റക്കാലിൽ നിന്ന് പ്രതിഷേധം. ആലപ്പുഴ കായംകുളത്ത് ചികിത്സാ പിഴവ് മൂലം കുട്ടി മരിച്ചതായി പരാതി. മരിച്ചത് അജിത് ശരണ്യ ദമ്പതികളുടെ മകൾ ആദിലക്ഷ്മി. കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പനിയെ തുടർന്ന്. പ്രതിഷേധവുമായി ബന്ധുക്കൾ. ചാലക്കുടി പോട്ട ബാങ്ക് കൊള്ളയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കുറ്റപത്രം കൊള്ള നടന്ന് 58ാം ദിവസം. ഫെഡറൽ ബാങ്ക് ജീവനക്കാരെ കത്തികാട്ടിയായിരുന്നു മോഷണം. പേരാമ്പ്ര ആശാരിപ്പാറ സ്വദേശി റിജോ ആന്റണി കേസിലെ ഏക പ്രതി. പശ്ചിമബംഗാളിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധം അക്രമാസക്തം. 3 പേർ കൊല്ലപ്പെട്ടു. സംഭവം മുർഷിദാബാദ് ജില്ലയിൽ. സംഘർഷങ്ങളിൽ 100-ലധികം പേർ അറസ്റ്റിൽ. മുർഷിദാബാദിൽ കേന്ദ്രസേനയെ വിന്യസിക്കാൻ കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവ്. ജമ്മുകാശ്മീരിലെ അഖ്നൂരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ സൈനികന് വീരമൃത്യു. ജയ്ഷെ കമാൻഡർ അടക്കം 3 ഭീകരരെ വധിച്ച് സൈന്യം. ഏറ്റുമുട്ടലിനിടെ ഒരു സൈനികന് വീരമൃത്യു.